കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സക്സസിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത് കൺക്ലൂഡിംഗ് സെക്ഷൻ പോണ്ടേ? നല്ല ശക്തമായ കയ്യടി കൊടുക്കാം. കണ്ണൂരിന്റെ പവറാണ്, എനിക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. നിരവധി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും താങ്ക് യു മാഡം. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മുടെ വല്ലീശ്വർ സാറിന്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ആവേശത്തിലായി അല്ലേ? അദ്ദേഹം വന്ന മേഖലയും ഇപ്പൊ എവിടെ നിൽക്കുന്നു അല്ലേ, ഡ്രസ് കോഡും. എന്തായാലും വളരെ സന്തോഷം. നിങ്ങളെ ഞാൻ ഈ പ്രോഗ്രാമിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് MS വിജയൻ എന്നാണ്. എല്ലാവരും സ്നേഹപൂർവം വിജയം മാഷ് എന്ന് വിളിക്കും. അത് ബേസിക്കലി ഒരു സംഗീത അധ്യാപകനായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ ബിസിനസ്സിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കണ്ടോ, പല മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ അല്ലേ? ഇപ്പം മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വന്നു, അതുപോലെ എല്ലാവിധ മേഖലയിലും എല്ലാ മേഖലയിലുള്ള ആളുകൾ ഇവിടെ എടുക്കുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നത് സംഗീതമാണ് പഠിച്ചത്. എൻ്റെ സ്വദേശം ശരിക്കും വയനാട് മാനന്തവാടിയാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ മറ്റാരുമല്ല, എൻ്റെ സ്വന്തം അനിയനായിട്ടുള്ള MS പ്രസാദ്. നിങ്ങൾ അദ്ദേഹത്തിന് കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ജനിച്ച മുതൽ കാണുന്നതാണ്. ഏതൊരു സിനിമയിൽ ദിലീപ് പറഞ്ഞോണ്ടല്ലേ, അച്ഛനെന്നെ കാണാൻ തുടങ്ങിയിട്ട് 27 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ജനിച്ച മുതലുള്ള അച്ഛനെ കാണുന്നെന്ന് പറഞ്ഞാണ്. ജനിച്ച മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ചെറുപ്പം പോലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പം മുതൽ സംഗീതത്തിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പാട്ടുകാരൻ, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂളിലെ പാട്ടുകാരൻ, ബത്തേരി സെന്റ് മേരീസ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചപ്പോൾ അവിടുത്തെ പാട്ടുകാരൻ. ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ എനിക്ക് സംഗീതം, എല്ലാവരും പറയും എന്നോട്, നീ ഭയങ്കര പാട്ടാണ്, ഭയങ്കര സംഭവമാണ്, സംഗീതം കൂടെ പഠിച്ചാൽ ഭയങ്കര സംഭവം എന്ന് പറയും. അപ്പൊ എന്റെ മനസ്സിൽ അന്നുള്ള ഒരു ഒറ്റ പേര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യേശുദാസും തമ്മിലൊരു ഒറ്റ വ്യത്യാസമുണ്ട്. എന്താണത്? യേശുദാസ് സംഗീതം പഠിച്ചിട്ടുണ്ട്, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ സംഗീതം പഠിച്ച ആരെയും യേശുദാസ് ആണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറ ഒരു മ്യൂസിക് കോളേജ് ഉണ്ട്, RLB മ്യൂസിക് കോളേജ്. അത് യേശുദാസ് പഠിച്ച കോളേജാണ്. അവിടെ തന്നെ പഠിക്കാൻ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അതിനുശേഷം വയനാട്ടിൽ നിന്ന് നമ്മൾ നേരെ തൃപ്പൂണിത്തുറ RLB മ്യൂസിക് കോളേജിൽ ഗാനഭൂഷണത്തിന് അഡ്മിഷൻ കിട്ടുന്നു. അങ്ങനെ 4 വർഷം ഗാനഭൂഷണം, 3 വർഷം ഗാനപ്രവീണ, അങ്ങനെ 7 വർഷം സംഗീതം. സംഗീതമൊക്കെ പഠിച്ച് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. അങ്ങനെയാണല്ലോ, നമ്മൾ പഠിക്കാത്തപ്പോൾ നമ്മൾ വലിയ ആളാന്ന് വിചാരിക്കും അല്ലേ? നമ്മൾ ഇതിൽ വന്നിട്ട് നമ്മൾ ഐഡിയ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തോന്നും നമ്മൾ വലിയ സംഭവമാണ്, നമ്മൾ പൊടിക്കും. ലീഡേഴ്സ് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കേൾക്കൂല, നമ്മൾ വലിയ കഴിവുള്ള ആളുകളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ലീഡേഴ്സ് പറയുന്നതൊന്നും കേൾക്കൊന്നുമില്ല, നമ്മൾ ഭയങ്കര കഴിവാന്നൊക്കെ പറഞ്ഞു വരും അല്ലേ എന്ന് പറഞ്ഞ രീതിയിലാണ് അവിടെ ചെന്നത്. പക്ഷെ സംഗീതം പഠിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് യേശുദാസ് ആരാണ്, ഞാൻ ആരാണ്. ഇത് പഠിച്ച് വരുമ്പോഴാണ് യേശുദാസ് ആരാന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ നമ്മൾ കോഴ്സൊക്കെ കഴിയുമ്പോൾ എറണാകുളത്ത് കുറച്ച് ട്യൂഷനും ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടി, പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ക്ലാസ്സുകളൊക്കെ കിട്ടി. പിന്നെ പ്രോഗ്രാമുകളൊക്കെ ചെറിയ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഈ വയനാട്ടില് പ്രസാദ് സാർ പറഞ്ഞില്ല, ആ കാട്ടുമുക്കി പോയിട്ട് സംഗീതം പഠിച്ചു പോയിട്ട് 7 കൊല്ലം പഠിച്ചിട്ട് അവിടെ യാതൊരു കാര്യമില്ല. അപ്പൊ തൃപ്പൂണിത്തുറയിൽ പോകാൻ എനിക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൃപ്പൂണിത്തുറയിൽ ഞാനൊരു കല്യാണം കൊണ്ട് കഴിച്ചു. പാട്ട് പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കൽ മാത്രമാണ് പണി. അങ്ങനെ കാലങ്ങൾ കടന്നു. പക്ഷെ 2012 എനിക്കൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ സംഗീതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മേഖലയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയിൽ കാക്കനാട് ബ്രാഞ്ചിൽ 2012 സെയിൽസ് മാനേജറായിട്ട് കയറി.
അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ജോലി, വൈകുന്നേരം പോയ പാട്ട് ക്ലാസ്സുകൾ, സാറ്റർഡേ സൺഡേ പാട്ട് ക്ലാസ്സുകൾ, പിന്നെ നമ്മൾ സംഗീതവും ഇൻഷുറൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കാശുണ്ടാക്കണം. അത്ര കാലമായിട്ട് വാടകയ്ക്കാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്, വർഷങ്ങളായിട്ട്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താ പറയുക, 2014 എനിക്ക് സീനിയർ സെയിൽസ് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി. ഒരു ഇത്തിരി ശമ്പളം കൂട്ടി തന്നു, ഇരട്ടി ടാർജറ്റ് തന്നു. മനസ്സിലായില്ല? അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2014 എനിക്ക് വയനാട്ടിൽ നിന്ന് ഒരു കോള് വരികയാണ്. എന്റെ ഫോണിൽ എൻ്റെ അനിയൻ MS പ്രസാദ് ഫോൺ. ഇതിൽ വേറൊരു കാര്യം തരാം. പണ്ട് ഞാൻ ഭൂഷണ ഗാനപ്രവീണിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പാട്ടും പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് പ്രസാദ് സാർ MS വിജയമാഷിന്റെ അനിയനാണ് ആര്, MS പ്രസാദ് എന്ന് പറയുമായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാ MS പ്രസാദ് സാറിന്റെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന. പക്ഷെ ഇതിന് പിന്നീടൊരു കഥയുണ്ട്. ഈ 2014 ഇതിൽ കൂടെ 10 പൈസ പോലും കിട്ടിയിട്ടില്ല. പുള്ളിയുടെ കഥ നിങ്ങൾക്ക് അറിയാം. ടാക്സി ഡ്രൈവർ ആയിരുന്നു, തോട്ടം നടത്തി കോടീശ്വരനാൻ പോയി, പല ബിസിനസ് ചെയ്തു, എല്ലാം 8 നില പൊട്ടി, 6 വീടും ജപ്തിയായിട്ട് അവസാനം ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. തലപ്പുഴ വരയാൻ തലപ്പുഴ വരയാൽ, മാനന്തവാടി, തലപ്പുഴയൊക്കെ ആയിട്ട്. ഈ സമയത്ത് ഇദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട്, ഫോണിൽ കൂടെ ഒരു കാര്യം 2014 കഥയാണ് പറയുന്നത് കേട്ടോ. എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞാനൊരു ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ബിസിനസ്സാണ്? 10 പൈസ കയ്യിലെടുക്കാൻ ഇല്ലാന്ന് എനിക്കറിയാം. പിന്നെ ബിസിനസ് ഒക്കെ തുടങ്ങി. അല്ല അത് എത്ര കാശ് മുടക്കണം? പൈസ ഒന്നും മുടക്കണ്ട, നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം അല്ലേ? അങ്ങനെയല്ലേ പറയാ? നമ്മൾ കുറച്ച് എന്തൊക്കെ സാധനം, പേസ്റ്റ്, സോപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇടനിലക്കാരും പരസ്യക്കാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പകുതി വിലയ്ക്ക് കിട്ടും. ഇത് വിറ്റാൽ ലാഭം കിട്ടും. ഓക്കെ, നല്ല കാര്യം. ഞാനിങ്ങനെ ഫോണിൽ കൂടെ കേട്ടോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അതല്ല ചേട്ടായി, വേറെയും വരുമാനം ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് നമ്മളിങ്ങനെ കൊടുക്കുന്നു, വേറെ അവര് വാങ്ങിക്കുന്നു, അവര് വേറെ ആക്കും, അവര് വാങ്ങിക്കുന്നു, അവര് വേറെ ആക്കും. ഇതിങ്ങനെ കൊടുത്ത് പോകുമ്പോ 10,000 ബിസിനസ് വന്ന് 1,200 കിട്ടും. ഓക്കെ, എനിക്കൊന്ന് മനസ്സിലായില്ല, ഫോണും കൂടെയാണല്ലോ. ഇതിങ്ങനെ പറഞ്ഞ് ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് 5,000 കടന്നു, 10,000 കിടന്നു, 25,000 കടന്നു. ഇത് നിർത്തണ്ടേ? ആഴ്ച വരുമാനമാണ് നാളികൾ, മന്തിന് പോലും അല്ല. നമ്മളൊരു മാസം ഒരു 50,000 ഉറുപ്പിക ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പാട് കൂടെ, പാട്ട് പഠിപ്പിക്കല്, ഇൻഷുറൻസ് ജോലി, ഇതൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് 25,000 കിടന്നു, 50,000 കിടന്നു, 1,00,000 കിടന്നു ആഴ്ചയിൽ. പിന്നെ പറഞ്ഞു ചേട്ടാ ഈ 2,10,000 10 പൈസ കിട്ടിയിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഞാൻ ഇത് കുറച്ചു നേരമൊക്കെ മോള് കേട്ടു. പിന്നെ എൻ്റെ മോളിൽ നിന്നു. ഞാൻ കിട്ടും, ഓക്കെ. കുറച്ച് കഴിഞ്ഞ് ഈ 2,10,000 കേട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവൻ്റെ അവസ്ഥ എനിക്കറിയാം, നിന്നെ സംബന്ധിച്ചൊരു 10,000 ഉറുപ്പിക മാസം കിട്ടിയാലും വലിയ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. സാധാരണ വിറ്റ ലാഭം കിട്ടുമല്ലോ. ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ സീനിയർ സെയിൽസ് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി, ഭയങ്കര തിരക്ക്, ടാർജറ്റ്, പാട്ട് പഠിപ്പിക്കാൻ പോകണം, ഇത് നമ്മൾ അങ്ങനെയല്ലേ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കുന്നത് നമ്മൾ എന്താ പറയാ, നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, തിരക്ക്, സമയമേ ഇല്ല. വേറെ പണിയൊന്നും ഇല്ലെങ്കിലും സമയം ഉണ്ടാകും. അപ്പൊ ഞാൻ അങ്ങനെ എല്ലാവരും എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ കാലത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പാട്ട് പഠിപ്പിക്കാനൊക്കെ പോകണം, ഭയങ്കര തിരക്കാണ്. ഞാൻ പറഞ്ഞോടാ എനിക്ക് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് നീ അവിടെയൊക്കെ ഒന്ന് ക്ലച്ച് പിടിപ്പിക്കും, നമുക്ക് പിന്നെ ആലോചിക്കാം. പുള്ളി വിചാരിച്ച എന്താ, എറണാകുളത്ത് ചേട്ടൻ വർഷങ്ങളായിട്ടുണ്ട്, അപ്പൊ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങനെയാണല്ലോ നമ്മള്. പിന്നെ സംഭവം എറണാകുളം മുഴുവൻ അങ്ങോട്ട് പിടിക്കാന്നൊക്കെയുള്ള ചിന്തയാണല്ലോ ആദ്യം. പക്ഷെ ഞാൻ പതുക്കെ ഈ തിരക്കൊക്കെ പറഞ്ഞു, എനിക്കിത് കേട്ടിട്ട് ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത് എന്താ പറയാ വിചാരിക്കാം, ഒരു ലോജിക്കിൽ വെച്ച് ദഹിക്കുന്നത്. സോപ്പും പേസ്റ്റും വിട്ടിട്ട് ആഴ്ചയിൽ 2,10,000 കിട്ടും എന്നൊക്കെ പറഞ്ഞാല് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങ് ദഹിച്ചില്ല. പക്ഷെ ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു, അനുഗ്രഹിച്ചു, നല്ല നീ നന്നായി വാ എന്നൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ കൊടുത്തു. അങ്ങനെ കാലങ്ങൾ കടന്നു. പെട്ടെന്ന് ചുരുക്കി പറയാം, 14 കടന്നു, 15 കടന്നു, 16 കടന്നു, 17 കടന്നു. അപ്പോഴൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിനിടയ്ക്ക് വേറെ രസമുണ്ട്. ഞാനിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വയനാട്ടിൽ കുറെ ആൾക്കാരൊക്കെ വന്നു, പുള്ളി അവരൊക്കെ തുടങ്ങി, അവരൊക്കെ ഇട്ടിട്ട് പോയി. ടാക്സി സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ വന്നു, അവരൊക്കെ പോയി. അവസാനം ആർക്ക് മുഖാന്തരം പുള്ളിക്ക് കിട്ടിയ ഒരാളാണ് കൂത്തുപറമ്പിലെ 8ാം ക്ലാസ്സുകാരൻ നമ്മുടെ സോമകുമാർ സാർ. പുള്ളി അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കളയാന്നൊക്കെ വിചാരിച്ച് പുള്ളി കൂടി. പിന്നെ അതിനേക്കാൾ അത്ഭുതത്തിട്ടുണ്ട്, നമ്മുടെ പിന്നെ മേപ്പയ്യൂര് MA HDC ബാങ്ക് ജോലിയൊക്കെയുള്ള നമ്മുടെ സത്യമാഷുണ്ട്.
അപ്പൊ അങ്ങനെ ഇവരങ്ങനെ തുടങ്ങി. പിന്നെ അവിടുന്ന് വയനാട്ടിൽ ഒന്ന് പോകുന്നു, കൂത്തുപറമ്പിലൊക്കെ റൂമൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ വറക്കും. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പോയ 10-15 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ വീട്ടിൽ ഉണ്ടാവാറില്ല. വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ പിന്നെ അച്ഛനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അച്ഛനോട് ചോദിക്കും എങ്ങനെയുണ്ട്. പോയിട്ട് വരുന്നുണ്ട്, 10-15 ദിവസം കഴിഞ്ഞൊക്കെ വരുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് പറയാൻ പാടില്ല. ഇവിടെ ഒന്നും തരാറില്ലെന്ന് നമുക്കറിയാലോ. ഇത് തീരെയല്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമല്ലോ ഇത് വരാനെങ്കിൽ, അല്ലേ? ആൾക്കാരുടെ വിചാരം ഇവിടെ ഐഡിയ അടിച്ച പിറ്റേഴ്സ് തൊട്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങുന്നുള്ള വിചാരം. ഇത് കുറച്ച് പണിയുണ്ടല്ലോ. ഇതിങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞു എന്തൊക്കെയോ ഒക്കെ കിട്ടുന്നുണ്ട് തോന്നുന്നു, വല്ലപ്പോഴൊക്കെ ഇച്ചിരി കാശൊക്കെ തരാറുണ്ട്. അച്ഛൻ്റെ ടോണിൽ മാറ്റം വരാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ വിളിക്കുമ്പോൾ ബാങ്കിൽ കൊണ്ട് എന്തൊക്കെ അടയ്ക്കുന്നുണ്ട്, കുറച്ചൊക്കെ ബാങ്കിൽ നിന്നുള്ള പ്രശ്നമൊക്കെ തീരുന്നുണ്ട്. മറ്റേത് ബാങ്കുകാർ വീട്ടിൽ കയറി വരുന്നുണ്ട്. അപ്പൊ ബാങ്കിൽ നിന്നൊന്നും ഇപ്പൊ ഇങ്ങനെ വരാറില്ല, കുറച്ചൊക്കെ കൊണ്ട് അടയ്ക്കുന്നുണ്ട്. ഇങ്ങനെ മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ വർത്താനം പറയും കാശൊക്കെ ഇടുന്നുണ്ടോ, അപ്പൊ കാശൊക്കെ തരുന്നുണ്ട്, ബാങ്കിനെ കൊണ്ട് തീർത്തു, ഇത് തീർത്തു. അപ്പൊ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മൊത്തം മാറാൻ തുടങ്ങി. അപ്പോഴും ഞാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര തിരക്കല്ലേ, തിരക്കോട് തിരക്ക്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ആഴ്ചയിൽ 2,10,000 മേടിച്ചു വീട്ടിൽ. നമ്മള് അത് കഴിഞ്ഞപ്പോൾ സോമകുമാർ സാറ് മേടിക്കുന്നു, സത്യമാഷ് മേടിക്കുന്നു. പിന്നെ അതിനേക്കാളും എൻ്റെ ഒരു ഫ്രണ്ട് എന്നല്ല, നമ്മുടെ കസിൻ ഷാജി സാർ അറിയില്ല, ഷാജി സാർ. ഇദ്ദേഹം ഞാനും ഒരുമിച്ച് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച നമ്മുടെ അമ്മാൻ്റെ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചു വന്നു. പുള്ളി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പരിപാടിയൊക്കെ നിർത്തി. 10ാം ക്ലാസ് കഴിഞ്ഞ് പുള്ളിക്ക് മനസ്സിലായി പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും. പുള്ളി നിർത്തി വേറെ പരിപാടിയൊക്കെ ആയിട്ട് പോയി. എന്തായാലും പിന്നെ ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഗാനഭൂഷണം പഠിക്കാൻ അങ്ങോട്ടും പോയി. ഇദ്ദേഹം എന്തായാലും കൂടി എൻ്റെ കൂടെ. ഇവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ തന്നെ. ഇതൊക്കെ കഴിഞ്ഞ് പുള്ളി 2,10,000 കിട്ടിയപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റ എടുത്ത് 25 ലക്ഷം രൂപ കൊടുത്തൊരു ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ട് എൻ്റെ അനിയൻ. ഇതൊക്കെ ആയിട്ട് പിന്നെ ഒരു വരവാണ് എൻ്റെ വാടക വീട്ടിലേക്ക് തൃപ്പൂണിത്തുറ. 4 കൊല്ലം കഴിഞ്ഞിട്ടോ തൃപ്പൂണിത്തുറ വന്നു. എന്നെ പിന്നെ നമ്മുടെ ക്രിസ്റ്റയിലേക്ക് ഒന്ന് കയറ്റി ഒന്ന് കറക്കി ഒന്ന് കുടിക്കാനൊക്കെ തന്നെ എൻ്റെ കിളി പോയി. ഞാൻ റോട്ടിൽ കൂടെ പോകുന്നത് കണ്ടിട്ടില്ല. ഇതിനകത്ത് കയറിയപ്പോൾ എൻ്റെ സകല കിളി. എനിക്ക് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഒരു ലഡുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടാണ് സംഭവത്തിൽ കയറി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അന്ന് രാത്രി ഒറ്റ രാത്രി കൊണ്ട് ഇത് എന്താണ് ബിസിനസ്, എന്താണ് കമ്പനി, എന്താണ് വരുമാനം കിട്ടുന്നത്, എങ്ങനെയാണ് എൻ്റെ സംശയങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ക്ലിയർ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നോട് പറഞ്ഞു 3 വർഷം തൊട്ട് 5 വർഷം വരെ കൂടെ നിൽക്കാൻ പറ്റുമോ, ഒരു വീട് വെക്കണ്ടേ. എന്നെ സംബന്ധിച്ചൊരു വീടായിരുന്നു ഏറ്റവും അവിടെ ഇത്ര കാലം വാടകയ്ക്കല്ല, അതിൽ നമ്മളെ സംബന്ധിച്ചൊരു ഇല്ലേ. അപ്പോൾ വീട് വെക്കണം. അങ്ങനെ പറഞ്ഞോട് പറഞ്ഞു 5 വർഷത്തിനുള്ളിൽ കോടികളുടെ പ്രൊജക്റ്റൊക്കെ കയ്യിൽ വേണമെന്ന് പറഞ്ഞു. എനിക്ക് കോടികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ കോടി. നമുക്ക് എൻ്റെ മനസ്സിൽ അപ്പോഴും എൻ്റെ മനസ്സിൽ 10,000 ഉറുപ്പ്യ ആഴ്ച കിട്ടിയാൽ മാസം 40,000 ഉറുപ്പ്യ ആയല്ലോ എന്നൊക്കെ അത് തന്നെ നമുക്ക് ഭയങ്കര എമൗണ്ട് ആണല്ലോ. അങ്ങനെ മുമ്പോട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടാക്ക് എത്ര കിട്ടിയത്, അപ്പൊ ബാക്കി എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടാനേ, കൂടുതൽ കിട്ടിയാൽ എനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നൊരു ഡയലോഗ്. എന്തായാലും അങ്ങനെ തുടങ്ങി. ഇന്നിപ്പോ 7 വർഷം പൂർത്തിയാവാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും വെറുതെ കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. ഇത് വെറുതെ കിട്ടുന്ന സംഭവമാണ്. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അനിയൻ പറഞ്ഞു ചേട്ടായി 7 കൊല്ലം സംഗീത കോളേജ് പഠിച്ചിട്ടാണ് 10 പിള്ളേരെ പഠിപ്പിക്കുന്നത്, ആണോ അല്ലേ എന്തെങ്കിലുമൊക്കെ പാടുന്നത്. 7 കൊല്ലം കഷ്ടപ്പെട്ടു. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം. ഈ ബിസിനസ് വെറുതെ ഇരുന്നാൽ ഇങ്ങനെ കാശ് കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതിന് ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും ഒക്കെ വരുവാൻ അറ്റൻഡ് ചെയ്യുകയും പഠിക്കാൻ തയ്യാറാണെങ്കിൽ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും വരാൻ തയ്യാറാണ്, പഠിക്കാം. 2,10,000 ആഴ്ച കിട്ടും. പിന്നെ എന്താ പഠിക്കാൻ ഇല്ലേ. സംഗീതം പഠിച്ച് പാട്ട് പഠിപ്പിച്ച് കിടക്കുന്നത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ പഠിക്കാൻ തയ്യാറായപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പ്രോഡക്റ്റൊക്കെ വാങ്ങിയിട്ട് അങ്ങ് തുടങ്ങി. പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ ഇത് തന്നെ പോയി ആരോട് പറയണ്ട. ഞാൻ എൻ്റെ അനിയനോട് പറയുന്നത് ഇനി ആ 2,10,000 പറയാണ്ട് ആഴ്ചക്ക് ഒരു 10,000 കിട്ടുന്നെങ്ങാനും പറഞ്ഞായിരുന്നു ഞാൻ അന്നേ തുടങ്ങി. അല്ല ശരിയല്ലേ? ഈ 2,10,000 ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അങ്ങനെ തുടങ്ങി. എന്തായാലും ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് കാര്യവും പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മുടെ മെയിൻ മാർക്കറ്റിൽ വന്ന പേര് വല്ലീശൻ സാർ അല്ലേ, കടപ്പുറം. അദ്ദേഹം 2,10,000 ടീച്ചർ അങ്ങനെയല്ലേ. ഇവിടെ IAS IPS എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, സംഗീതം പഠിക്കാൻ വരുന്ന ഞാൻ കൊച്ചു കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, മധ്യവയസ്കരെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, പ്രായമുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെക്കാളും പ്രായമുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട്, സാധാരണക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സുകാരനെ പഠിപ്പിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സുകാരനെ പഠിപ്പിച്ചിട്ടുണ്ട്, IAS കാരനെ പഠിപ്പിച്ചിട്ടുണ്ട്, IPS കാരനെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, എഞ്ചിനീയറെ പഠിപ്പിച്ചിട്ടുണ്ട്, ഡോക്ടറെയും പഠിപ്പിച്ചിട്ടുണ്ട്, IAS കാരൻ വരെ പാട്ട് പഠിപ്പിച്ചു.
ബാബു തോമസ് എറണാകുളം കളക്ടറാണ്. മക്കളെ പഠിപ്പിക്കുന്നത് പുള്ളി കൂടി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ പഠിക്കണമെങ്കിൽ അതിനൊരു പദ്ധതിയില്ലേ? കർണാടക സംഗീതം പഠിക്കണമെങ്കിൽ സപ്തസ്വരം വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് പഠിക്കണം? സരിഗമ പദനിസ പഠിക്കണില്ല, മായാമാളകൾ സരിഗമ പദനിസ സാനിദ പമഗരിസ. ഇത് പഠിക്കാണ്ട് സംഗീതം പഠിക്കാൻ ഇങ്ങനെ തുടങ്ങി ഇതിങ്ങനെ വരിശകള് ഗീതങ്ങള് വർണ്ണങ്ങൾ ഇതിങ്ങനെ പഠിക്കാൻ ഒരു പദ്ധതി അവിടെ ഉണ്ട്. ഇല്ല, ശരിയല്ലേ? സംഗീതം പഠിക്കണമെങ്കിൽ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ? പ്രായ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് വേണം? ബേസിക്കലി പഠിക്കാൻ ഒരു കഴിവ് വേണം അല്ലേ? ബേസിക്കലി ഒരു കഴിവ് വേണം. കഴിവുള്ളതുകൊണ്ട് മാത്രം പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരു ആഗ്രഹം വേണം, കമ്മിറ്റഡ് ആയിട്ട് പഠിക്കണം, സാധകം ചെയ്യണം, കഷ്ടപ്പെടാൻ തയ്യാറാവണം. വേണ്ടേ? മൈൽ ആക്ച്വലി ചെയ്യണമെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് ചെയ്ത് നമ്മുടെ MI ആക്ച്വലി ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? പഠിത്ത പ്രശ്നമുണ്ടോ? പ്രായം പ്രശ്നമുണ്ടോ? ആണാണോ പെണ്ണാണോ പ്രശ്നമുണ്ടോ? ഒന്നും പ്രശ്നമില്ല. ഇവിടെ എന്ത് വേണം? ആദ്യം നമ്മളൊരു ആവശ്യക്കാരന് പൈസക്ക് ആവശ്യമുള്ളവരാണ്. പിന്നെ എന്റെ അനിയന്റെ അക്കന്മാര് ഡ്രീംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ നല്ല. ഇനി വലിയ ഡ്രീംസ് ഒന്നും ഇല്ലെങ്കിൽ മിനിമം ആവശ്യക്കാരനെങ്കിലും ആയിരിക്കും, പൈസക്ക് ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. പ്രായം അവിടെ സംഗീതം പഠിക്കുന്നത് പ്രശ്നമില്ല, പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. 18 വയസ്സാണ് അല്ലേ? ഐഡിയ എടുക്കണം, 18 വയസ്സാവണ്ടേ? അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒരു പ്രശ്നമില്ല. എത്ര വയസ്സ്? 90 വയസ്സുള്ള ആള് ഡയമണ്ട് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ, ഇല്ലേ? ഓക്കെ, അങ്ങനെ തുടങ്ങി എന്താ പറയാ, എന്റെ സ്വപ്നങ്ങളൊക്കെ ഇതിൽ വന്ന് അന്നേരം വലിയ 10,000 ഒക്കെ കിട്ടിയാൽ മതി എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇപ്പൊ 2,10,000 കിട്ടിയിട്ട് മതിയാവുന്നില്ല എന്നുള്ള വേറെ കാര്യം. ഈ പൈസയുടെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ തുടങ്ങി 1000, 2000, 10,000 ഒക്കെ വരാൻ തുടങ്ങി. ആദ്യമായിട്ട് എന്റെ വൈഫിന് കൊടുത്തൊരു വാക്കാണ് അവിടെ ഒരു വീട് വെക്കുക എന്നുള്ളത്. അവിടുത്തെ കല്യാണം കഴിച്ചുള്ള ഒരു ഇത്തിരി സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ സെന്റിന് സ്ക്വയർ ഫീറ്റിന് കേട്ടോ വില. കൊച്ചി തൃപ്പൂണിത്തുറ നഗരഭാഗമാണ്. ഇവിടുത്തെ പോലെ ഇവിടെ ആയിട്ടുണ്ട് കാണും. ഇവരൊക്കെ നല്ല വിലയായിരിക്കും. ഓക്കെ, ഇത്ര നല്ല വിലയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ സ്ഥലം കിട്ടുകൊണ്ട് വീട് വെക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഇതിലൊരു 10,000, 15,000 രൂപയ്ക്ക് ആഴ്ചയിൽ വരുമാനമായപ്പോൾ ഞാൻ ആദ്യം HDFC ബാങ്കിലോട്ട് പോയി. അപ്പം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. നേരെ പോയി വരുമാനം വന്നു തുടങ്ങിയത് 10,000 വരെ നമുക്ക് അടയ്ക്കാൻ പറ്റും, തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു കോൺഫിഡൻസ് വന്നു. ലോൺ എടുത്ത് വീടിന്റെ പണി അങ്ങോട്ട് തുടങ്ങി. വീടിന്റെ പണി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആഴ്ച വരുമാനം കൂടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ടായി. പൈതൽ മല വന്നിട്ട് RTP 2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു സെഷൻ എടുത്ത് നമ്മുടെ റോയൽ ഡയമണ്ട് മുബീൻ മുഹമ്മദ് സാറാണ്. ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഡ്രീംസ് ആൻഡ് ഗോൾസ്. അതെടുത്തത് എന്റെ അനിയൻ MS പ്രസാദ് സാർ. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല, ഞാൻ എന്തെങ്കിലും ഡ്രീംസ് ആൻഡ് ഗോൾസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ മോളുടെ കല്യാണത്തെ കുറിച്ച്, പുള്ളിയുടെ മോളെ വെച്ചാൽ എൻ്റെ കൂടെ മോളാണല്ലോ, ടീച്ചറാണ്. ഓക്കെ, മോളുടെ കല്യാണത്തെ കുറിച്ച് വലിയ സംഭവം അടിക്കുക. 8 മുമ്പാണ്, 6-7 മുമ്പാണ് ഞാൻ കേൾക്കുന്നത്. അതിന് മുമ്പേ പുള്ളി ഇത് പറയാൻ തുടങ്ങിയെന്നുള്ള പിന്നീട് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ മോളുടെ കല്യാണം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആർട്ട്ലക്സിൽ വെച്ചായിരിക്കും. രാവിലെ ജ്വല്ലറിയിലോട്ട് കയറ്റി വിടും, വൈകുന്നേരം വരെ സ്വർണ്ണം എടുക്കും, സ്വർണ്ണം എടുക്കാൻ പറ്റുന്ന സ്വർണ്ണം കൊടുക്കും, ബെൻസ് കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് അന്തപ്പെട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് നടന്നില്ല, പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? ചാവേണ്ടി വരില്ലേ? അപ്പൊ എന്റെ മുഖത്ത് നോക്കിയിട്ടാ അനിയൻ വന്നു, ചേട്ടായി അത് നടന്നില്ലെങ്കിൽ പിന്നെ MS പ്രസാദ് ഇല്ലെന്ന് നിങ്ങൾ കേട്ടോ. ശരി, എന്നാ നടക്കട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഈ ഡിസംബർ 26 കാലങ്ങൾ തെളിയിച്ചാണ്, ഇതൊക്കെ കാലങ്ങൾ തെളിയിച്ചു. അപ്പൊ അന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാൻ അന്ന് നെറ്റിദ്ധരിച്ചു പോയതാണ്. പക്ഷെ എന്തായാലും നമ്മുടെ ഇവരുടെ കൂടെയൊക്കെ തന്നെയാണ് അന്ന് ഡ്രീംസ് ആൻഡ് ഗോൾസ് മുബീൻ സാറിലൊക്കെ സെഷൻ. അങ്ങനെ ആ RTP കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഡയറക്ഷനിലേക്കും ML ആക്ച്വലും സംഗീതം അനന്ത സാഗരമാണ് അല്ലേ. അത് പഠിക്കുന്നതോറും അനന്ത സാഗരമാണ്. അതാണ് കുറച്ച് പഠിച്ചപ്പോൾ നമ്മൾ യേശുദാസ് ആരാണെന്ന് മനസ്സിലായത്. അപ്പോ
എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു അനന്ത സാഗരം. മൈ ലൈഫ് സ്റ്റൈലും ഡയറക്ടറിംഗും ഒരു അനന്ത സാഗരമാണ്. എത്ര വേണേലും വരുമാനം ഉണ്ടാക്കാം. ഉണ്ടല്ലോ, മുബീൻ സാർ 1 കോടിക്ക് മുകളിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ, 2 കോടിക്ക് മുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ മൈ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടല്ലോ, ഉണ്ട്. ഇതിൽ 1000 വേണം 1000 ഉണ്ടാക്കാം, 5000 വേണം 5000 ഉണ്ടാക്കാം, 10000 വേണം 10000 ഉണ്ടാക്കാം, 1 ലക്ഷം വേണം 1 ലക്ഷം ഉണ്ടാക്കാം, കോടികൾ വേണം അതും ഉണ്ടാക്കാൻ പറ്റാം. ഇതൊരു അനന്ത സാഗരമാണ്. നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു, പഠിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ശരിയല്ലേ? എന്തായാലും അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കാര്യം മനസ്സിലായി. ജോലി ഞാനങ്ങോട്ട് ഫുൾ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് അങ്ങോട്ട് മൈലാക്കി. പിന്നെ അവിടുന്ന് ഒരു പോക്കാൻ നമ്മുടെ കൂടെ നമ്മളെക്കാളും കഴിവും. നമുക്ക് ഒരു ഭാഷ അറിയാം. എനിക്ക് സംഗീതം അറിയാം, പിന്നെ മലയാളം മാത്രമേ അറിയുള്ളൂ. ഇംഗ്ലീഷും നമുക്ക് വലിയ കേട്ടാൽ നമ്മളാണ്. പക്ഷെ നമ്മുടെ കൂടെ ഇതെല്ലാ കഴിവുകളും എൻ്റെ കൂടെ IIM അഹമ്മദാബാദുകാരൻ വരെ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പലരും പറയും. ഞാൻ പിള്ളേരെ പഠിച്ചാൽ പറഞ്ഞല്ലോ, നമ്മൾ പാട്ട് പഠിപ്പിക്കുന്ന IAS കാരനാണെങ്കിലും IPS കാരനാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഗാനഭൂഷണം പഠിച്ച ഞാനാണ്, അല്ലേ? ഞാൻ പഠിപ്പിക്കുന്നതല്ലേ പഠിക്കാൻ പറ്റൂ. നമ്മളിപ്പോ ഹംസധ്വനി എന്ന് പറഞ്ഞ രാഗമുണ്ട്. സരിഗ പനി സനി പഗരി സരിഗപനി സനി പഗരി കേട്ടിട്ടില്ല? ആ, അപ്പൊ അതില് ആരോണ് അവരുടെ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത് സരിഗ പനിസ സാനിപ്പ ഗരിസ, മായില്ല ദായില്ല, അല്ലേ? അപ്പൊ നമ്മൾ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കളക്ടർ ചോദിക്കാണ്, അല്ല മാ എവിടെ പോയി? അല്ല, സരിഗമ പദനിസ സരിതപ മകരിസ 7 സ്വരങ്ങളുണ്ട്. ഇതിൽ സരിഗ പനിസ സാനിപ്പ ഗരിസ, അങ്ങനെ ജന്യരാഗങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിനാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇത് കളക്ടർ നമ്മോട് ചോദിക്കുകയാണ്, മാ എവിടെ പോയി എന്ന് ചോദിച്ചാണ്. മാ ഇല്ല. മാ വെച്ച അംസോദനി അല്ല, ആണോ? ദാ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതും ഇല്ല. സരിഗ പനിസ സാനിപ്പ ഗരിസ സരിഗ പനിസ സനിപ്പ ഗരിസ നിസ നിസ നിപ ഗപ സനി പഗ പഗ നിസ നിപ ആ സ്വരങ്ങൾ അത് നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടി ആരായിക്കോട്ടെ, അവരുടെ മുമ്പിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളാണ് ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ളൂ. ശരിയാണോ? ഡയറക്ടലി നമ്മളെ പഠിച്ചിട്ടുള്ളൂ. MILF എന്താ നമ്മളെ പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ മുമ്പിൽ പല ഡിഗ്രി ഉള്ള ആൾക്കാർ വരും, വലിയ വിദ്യാഭ്യാസമുള്ള IIമാരും ആര് വന്നാലും നമ്മൾ പറയുന്നതാണ് ആധികാരികത. ആണല്ലോ, ഇത് പറയണത് നമ്മൾ പഠിക്കണമല്ലോ, പഠിക്കാണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാണെങ്കിൽ, എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചല്ല ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് വേറെ വല്ല പഠിപ്പിക്കാൻ പറ്റും. അതേ കാര്യങ്ങൾ പഠിക്കും. ഇവിടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടില്ല. ഇവിടുത്തെ ഗുരുക്കന്മാര് ആചാര്യന്മാരെന്ന് പറയുന്നത് ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സാണ്, അല്ലെ? ഈ ബിസിനസ്സില് സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഇവിടുത്തെ ഗുരുക്കന്മാര്. നമ്മുടെ മുബീൻ മുഹമ്മദ് സാറോ, അല്ലെങ്കിൽ നമ്മുടെ MS പ്രസാദ് സാറോ, സത്യം മാഷ്, സാറ്, സോമകുമാർ സാറ്, ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ ടീം എടുത്താൽ നമ്മൾ പറയാൻ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ സിംഗിൾ പറഞ്ഞോളൂ. പക്ഷെ ഒരുപാട് ഇന്ത്യയിൽ MILF മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡയമണ്ട്സും ITCകളും, അല്ലെ, ഒത്തിരി ആളുകളുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങൾ, അവരാണ് നമ്മുടെ ആചാര്യന്മാർ, അവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അവർ ചെയ്തു. വേറെ ഒന്നും ചെയ്യണം. നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ എടുത്ത് വേറെ മാറ്റി വെച്ചോളാം. എൻ്റെ ഗാനഭൂഷണം ഗാനപ്രേമിനെയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് വന്നപ്പോഴാണ് ഇതിന് സക്സസ് ആയത്. ഇവിടെ എൻ്റെ അനിയനും എന്നെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. പ്രിയേഷ് സാറ്, ജോർജ് സാറ്, സോമകുമാർ, സത്യം മാഷ്, ഇങ്ങനെ ഒത്തിരി നമ്മുടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അതുപോലെ എല്ലാ അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ ചെയ്തു. അല്ലാണ്ട് നമ്മുടെ ബുദ്ധിയൊന്നും ഇവിടെ വെച്ചിട്ടില്ല. നമ്മുടെ ലീഡേഴ്സ് ആരാണോ, നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ആരാണോ, നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സ് ആരാണോ, അവർ പറയുന്ന കാര്യം അതുപോലെ അങ്ങ് ചെയ്തു. വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ ഓട്ടോമാറ്റിക് ഞാൻ അത് ചെയ്യാൻ തയ്യാറായപ്പോഴാണ് ഞാൻ ഇന്ന് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയത്. കമ്പനിയുടെ 437ാമത്തെ ആഴ്ചയിൽ 2,10,000 എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഇന്ന് ലക്ഷങ്ങൾ വരുമാനം മാസം ഉണ്ട്. ഒന്നാമത്തെ ഐഡി ITC കഴിഞ്ഞു, 13 കോടി മാച്ചിങ് കഴിഞ്ഞു. രണ്ടാമത്തെ ഐഡി CTC ടച്ചിങ് ആണ്. ഏകദേശം എല്ലാം കൂടെ കൂട്ടി ഒരു 2 കോടിയുടെ അടുത്ത് വരുമാനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വീട് വെച്ചു. അതിനുശേഷം തൊട്ടടുത്ത് കിടന്ന പ്ലോട്ട് കാർ പാർക്കിങ്ങിന് വേണ്ടി തൃപ്പൂണിത്തുറയിൽ 35 ലക്ഷം കൊടുത്ത് കാർ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി വീടിന്റെ തൊട്ടടുത്ത് കിടന്ന സ്ഥലം.
അപ്പൊ 12 ലക്ഷം, അന്ന് 13 ലക്ഷം രൂപയുടെ ടാറ്റ നെക്സൺ ഫുൾ ഓപ്ഷൻ ഇടാൻ വേണ്ടി 35 ലക്ഷം കൊടുത്ത് കാർ പാർക്കിംഗ് വെച്ചു വീടിന്റെ അടുത്ത് തെപ്പോണ്ടത്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, അപ്പൊ ആൾക്കാർക്ക് എന്നെ കളിയാക്കന്മാരൊക്കെ കിളി പോയി മൊത്തം പോയി, എന്താ അറിയാലോ അതൊക്കെ. അത് കഴിഞ്ഞപ്പോ ITC ആയി. അപ്പൊ എന്റെ അനിയൻ പറഞ്ഞു, ഒരു ബ്രാൻഡിങ് കൂട്ടണം, വണ്ടി പറഞ്ഞു കൊടുക്കണം. ശരി, പിന്നെ ഒന്നും നോക്കിയില്ല, 32 ലക്ഷത്തോടെ ഇന്നോവ ക്രിസ്റ്റ ഫുൾ ഓപ്ഷൻ. അതുകൊണ്ടാണ് എന്റെ വാടക വീട്ടിൽ ആദ്യം വന്ന് മേടിച്ചിട്ട്, ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്, എന്നെ അതിൽ കയറ്റി കറക്കി ഇത് ഓടിച്ചതൊക്കെ. ഇന്ന് ആ വണ്ടി അതിനേക്കാൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇപ്പൊ ഇവിടെ താഴെ കഴിഞ്ഞപ്പോ വന്നേക്കുന്നത്. അങ്ങനെ BMX എടുക്കുന്നു, BMW എടുക്കുന്നു, തൃശ്ശൂരേക്ക് മാറുന്നു. എവിടെ എത്തിയില്ലേ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം, നമ്മുടെ ടൈം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നോട് സത്യമായിട്ട് സോമകുമാർ സാറൊക്കെ വരുന്നതിന് മുമ്പ് എന്റെ അനിയനെ ആദ്യം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് ആണോ അല്ലയോ? അന്നെങ്ങാനും ഞാൻ തുടങ്ങിയായിരുന്നെങ്കിൽ സത്യമായിട്ട് സോമകുമാർ സാറിന്റെ കപ്പിലേനായിട്ട് ഇരിക്കുന്നത്. ശരിയാണോ? പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടല്ലോ ദാസ. പക്ഷെ ഇപ്പൊ വന്നു, ഏറ്റെടുത്തു, പഠിക്കാൻ തയ്യാറായി, എല്ലാ ട്രെയിനിങ്ങുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. ഒരുപാട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന മാത്രമല്ല, കൂടെ വരുന്നവരെ മുഴുവൻ ട്രെയിനിങ്ങിന് വെച്ചു. അവരും കൂടെ ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് സൗകര്യമായിരുന്നു. ഇപ്പൊ നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ട്രെയിനിങ്ങിനും പ്രോഗ്രാമിനും നിരന്തരം അറ്റൻഡ് ചെയ്യിച്ചു. അവർ നമ്മളെക്കാളും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. നമ്മളെക്കാളും ആവശ്യക്കാരും നമ്മളെക്കാളും ഡ്രീംസും ഉള്ള ഒരുപാട് ആളുകൾ വന്നു. ഇന്നിപ്പോ സത്യം പറഞ്ഞ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കച്ചവടമുണ്ട്, മാലിദ്വീപത്തിലുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ കച്ചവടം ബേബിയൊക്കെ വരുന്നുണ്ട്. ഇത് കേൾക്കൊക്കെയോ കുറെ പട്ടാളക്കാരൊക്കെ വന്നിട്ട് എവിടേക്കോ അവർ ബേബി, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഇതൊരു സിസ്റ്റമാണ്, മനസ്സിലായി. അല്ലാതെ ഇവിടെ നമ്മുടെ കഴിവോ എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ പണ്ട് രക്ഷപ്പെടാറുള്ളത്, നമ്മുടെ ആരുടെയും കഴിവല്ല. പക്ഷെ നമ്മളൊരു കാര്യം എന്താണോ നമ്മുടെ സിസ്റ്റം, ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു സംഗീതം പഠിക്കണമെങ്കിൽ സപ്തസ്വരം തൊട്ട് പഠിച്ച് കൃത്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട പോലെ തന്നെ ഇവിടെ ഒരു പാഠ്യ പദ്ധതി ഉണ്ട്. അത് നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ ആർക്കും ഇതിൽ കൂടെ വിജയിക്കാൻ പറ്റും, ആർക്കും 2 ലക്ഷക്കാരും പഠിക്കാൻ പറ്റും, ഏത് ലെവലിൽ എത്താൻ പറ്റും. നമ്മൾ അതിനു വേണ്ടി നമ്മൾ മെനക്കെടാനും പഠിക്കാനും തയ്യാറാവണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നമ്മളൊരു ഐഡിയ എടുത്തിട്ട് അപ്പുറം ഇപ്പുറം അത് വരും, താനിങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ 2,10,000 വരുന്നൊന്നും ആരും വിചാരിക്കരുത്. 10 പൈസയോടും കിട്ടില്ല. പഠിക്കാൻ തയ്യാറാണ്, ഇതെല്ലാം കിട്ടും, എന്തും നേടാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിൾസ് ആണ് അല്ലെ. ഞാൻ എപ്പോഴും പറയും, എന്റെ റോൾ മോഡലാണ് ഇപ്പൊ എന്റെ അനിയൻ MS പ്രസാദ്. ഞാൻ പറയാറുണ്ട്, കർമ്മം കൊണ്ട് എന്റെ അനിയനാണേലും, അല്ല ജന്മം കൊണ്ട് എന്റെ അനിയനാണേലും കർമ്മം കൊണ്ട് എന്റെ എന്തെല്ലോ ആണ്. ദൈവമോ എനിക്ക് രണ്ടാമതൊരു പുനർജന്മം തന്നാണ്. ആദ്യം പറഞ്ഞിട്ട് കേട്ടില്ല, രണ്ടാമത് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഇതെല്ലാം ചെയ്ത് കാണിച്ചിട്ട് എന്നെ റിസൾട്ട് കൊണ്ടുവന്നു. ഇന്നിപ്പോ എനിക്ക് എല്ലാമായി. അന്നൊരു വീട് പോലും ഇല്ലെങ്കിൽ ഇന്ന് സ്വന്തം വീടായി, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡ്രീംസ്. ഇപ്പൊ ഒരുപാട് ഡ്രീംസ് ആയി. ഇനിയിപ്പോ BMW എടുക്കണം, എന്തെല്ലാം ഡ്രീംസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത 2 വർഷം കൊണ്ട് ഇതെല്ലാം സംഭവിക്കും. ഇത് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് പറ്റി അന്ന് സ്വന്തം അനിയൻ പറഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതിനുശേഷം വന്നിട്ട് പിന്നെ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല, നന്നായി പണിയെടുത്തു. ഇന്നിപ്പോൾ ഇന്റർനാഷണൽ ടീം കൊണ്ട് റാങ്കായി. നിങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കാണുന്നു. ഒരാൾ പോലും, ഞാൻ പറഞ്ഞല്ലോ, വല്ലീശൻ സാറ് വരെ വന്നിട്ട് പറഞ്ഞു അല്ലേ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. അതെനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ക്ലിക്കായി. കാരണം അദ്ദേഹത്തിന്റെ ഒരു മാറ്റം. എന്റെ ഡ്രസ് കോഡ് പറയണം, പണ്ട് ഞാൻ പാട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാത്തിനും ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ, അല്ല എല്ലാത്തിനും ഡ്രസ് കോഡ് ഉണ്ടല്ലോ. അല്ലാണ്ട് ഇങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ പോയാൽ, ഒരു വീട്ടിലേക്ക് പാട്ട് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഈ കോളേജിൽ പോയാൽ അപ്പൊ നമ്മൾ ദേശാസിനെയാണ് നമ്മൾ അതെ. ഇപ്പൊ നമ്മളിങ്ങനെ താടി ഇതൊക്കെ വെച്ചിട്ടാണ് പാട്ട് പഠിപ്പിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി കേട്ടോ. താടി ഉണ്ടായിരുന്നു, ഈ താടി ഉണ്ടെങ്കിലേ പാട്ട് വരും എന്നുള്ളൊരു ചിന്ത. കല്യാണം കഴിഞ്ഞപ്പോ വൈഫ് പറഞ്ഞ് താടി പഠിക്കുന്നതായിരിക്കും. അതെന്താ മുഖം ഏതാ താടി ഏതാന്ന് മനസ്സിലാക്കി അന്ന് പഠിച്ചതാ, പിന്നെ വെച്ചിട്ടേ. പക്ഷെ എന്തായാലും നമ്മൾ ഇതിനെ ഈ ബിസിനസ്സിനനുസരിച്ച് പഠിക്കാനും നമ്മൾ മാറാനും ഡ്രസ് കോഡ് അടക്കം. അദ്ദേഹം ഇന്ന് വന്ന ഡ്രസ് കോഡ് കണ്ടില്ലേ, അതുപോലെ ഇപ്പൊ ഇന്ന് കണ്ടില്ല. അപ്പം എല്ലാവർക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് പാടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ സംഗീത അധ്യാപകനാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വെറുതെ പറയാണെന്ന് അറിയാം.
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ ഇനി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ ഇനി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ ഇനി തുറക്കൂ. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2,10,000 രൂപ ആഴ്ച വരുമാനം കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് മേലെ അറിയാൻ മേലാണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഇന്ന് ഈ ബിസിനസ് വളരെ മനോഹരമായിട്ട് എന്നെ കൺക്ലൂഡ് സെക്ഷനിലേക്കാണ് വിളിച്ചത്. ഇന്ന് വളരെ മനോഹരമായിട്ട് ഞാൻ GTS എടുത്തു. നമ്മുടെ അഖിൽ സാർ NTC നന്നായിട്ടല്ലേ? അഖിൽ സാർ ഇന്ന് വളരെ വിശദമായിട്ട് എടുത്തു തന്നു. ഈ സാധനമാണ് 3/4 മണിക്കൂർ കൊണ്ട് 2,10,000 ഫോണിൽ കൂടെ പറഞ്ഞു തന്നെ. അത് വളരെ മനോഹരമായിട്ട് ഇന്നിവിടെ എടുത്ത് നമ്മുടെ അഖിൽ സാറിനും നമ്മുടെ കമ്പനിയുടെ പേരിലും നമ്മുടെ പേരിലും ഉള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ MC വളരെ മനോഹരമായിട്ട് ചെയ്തു. എന്നെ എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചു. എന്താണെന്ന് ഞാൻ കേട്ടില്ല. കയ്യടി കാരണം ഒന്നും മനസ്സിലായില്ല. സ്മിത മാഡം നമ്മുടെ MC വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് നമ്മുടെ സ്മിത മാഡത്തിനും നമ്മുടെ നമ്മുടെ കമ്പനിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്നത്തെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത എല്ലാ റാങ്കിലും TC റാങ്കിൽ മുതൽ NTC റാങ്കിൽ വരെ അല്ലേ ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് അവരൊക്കെ ലൈഫാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ അവരുടെ ലൈഫാണ്, അവരുടെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. എല്ലാ ലീഡേഴ്സിനും നമ്മുടെ കമ്പനിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമ്പനിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എല്ലാവിധ നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും വിജയാശംസകളും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് MA Elation Marketing. താങ്ക് യു വെരി മച്ച്.